Hello everyone, welcome to Living Lensol. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാവിഞ്ചി റിസോൾവ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതേപോലെ ഡാവിഞ്ചി റിസോൾവിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബെനിഫിറ്റ്, അതിന് ആവശ്യമായത് എന്തൊക്കെയെന്നൊക്കെ വിശകലനം ചെയ്തു. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്ത് അതിലുള്ള ഡിഫറെൻറ്റ് പാനലുകൾ ഏതാണ്, എന്തൊക്കെയാണ് ഓപ്ഷൻസ്, എങ്ങനെയാണ് മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്, അതേപോലെ കട്ട് പേജ്, എഡിറ്റ് പേജ്, ഇതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു പാനലാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മൾ ഇതുവരെയായിട്ടും ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളും ഇനി പുതിയ പ്രൊജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായി കാണുന്ന ലോക്കൽ നെറ്റ്വർക്ക്, ക്ലൗഡ് എന്നുള്ള 3 ഓപ്ഷൻസ് നമ്മൾ പ്രൊജക്റ്റ് സേവ് ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളിലെ കാണിക്കുന്നതാണ്. അതിനുള്ള ഓപ്ഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ലോക്കൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ തന്നെ സേവ് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് പറയുമ്പോൾ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ മീഡിയാസും മറ്റു ഫയലും സേവ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളിൽ അത് ആക്സസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ക്ലൗഡ് പറയുന്നത് ബ്ലാക്ക് മാജിക്കിൻ്റെ ക്ലൗഡ് അവർ അവൈലബിൾ ആക്കും. ആ ക്ലൗഡിൽ നമുക്ക് മീഡിയാസും കാര്യങ്ങളും സേവ് ചെയ്ത് വെച്ചിട്ട് ആ ക്ലൗഡ് ആക്സസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു മീഡിയ എടുത്ത് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ പെയ്ഡ് ആയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബ്ലാക്ക് മാജിക്കിൻ്റെ തന്നെ ക്ലൗഡാണ് ഈ ഒരു ഓപ്ഷനിൽ അവൈലബിൾ ആവുക. ഇവിടെ കാണുന്ന ഓരോ ടൈലും മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള പ്രോജക്റ്റുകളാണ്. നമുക്ക് ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ പ്രോജക്റ്റിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റിലേക്ക് പോകുന്നതാണ്. പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുക്കണം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം പ്രോജക്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. അവിടെ വേണ്ട പേര് കൊടുത്ത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോജക്റ്റ് പേജിലേക്ക് പോകും. അതായത് ഡാവിഞ്ചി റിസോൾവിൻ്റെ എഡിറ്റ് പേജിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നതാണ്. ഇവിടെ കാണുന്ന 2 എക്സ്പോർട്ടും ഇമ്പോർട്ടും പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാനും അതേപോലെ വേറെ പ്രോജക്റ്റ് നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യാനുമുള്ള 2 ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇനി ഡാവിഞ്ചി റിസോൾവിൻ്റെ ഓരോ പേജുകളിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഒരു ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ABS എന്നുള്ളൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. വെറുതെ ഏതെങ്കിലും പേര് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ആയി വരും. ഇതിൽ മെയിനായിട്ട് കുറേ പേജുകളായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പേജ് വരുന്നത് മീഡിയ പേജാണ്. സെക്കൻഡ് പേജ് വരുന്നത് കട്ട് പേജാണ്. തേർഡ് എഡിറ്റ് പേജ്. ഫോർത്ത് ഫ്യൂഷൻ പേജ്. ഫിഫ്ത്ത് കളർ പേജ്. സിക്സ്ത് ഫെയർലൈറ്റ് പേജ്. അടുത്ത പേജ് റെൻഡർ പേജാണ്. ഇത്രയും പേജുകളായിട്ടാണ് ഈ ഒരു എല്ലാ ഫംഗ്ഷനും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. A to Z ഒരു വീഡിയോൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഏത് ഒരു പ്രോജക്റ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്താലും അതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് പ്രോജക്റ്റ് മാനേജിങ്ങിൻ്റെ ഓപ്ഷൻസ് ആണ്. ഈ ഒരു സാധനം പ്രോജക്റ്റ് സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. ഈ സെറ്റിങ്സിൽ നമുക്ക് വേണ്ട റെസൊല്യൂഷൻ ക്ലിക്ക് ചെയ്യുക. വെർട്ടിക്കലാണോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള വീഡിയോസ് ആണോ വേണ്ടത് നോക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് ഞാൻ ഇത് ചെയ്യൽ 23.976 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിം റേറ്റിലാണ് എൻ്റെ വീഡിയോസൊക്കെ ഒരുവിധം എഡിറ്റ് ചെയ്യാറ്. സോ അത് സെലക്ട് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള സെറ്റിങ്സൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇത് സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വീഡിയോ എവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ ഒരു പ്രോജക്റ്റിലേക്ക് നമുക്ക് ആവശ്യമായ വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ 2 ഓപ്ഷനാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ഈ ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടറിലെ ഡ്രൈവുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹാർഡ് ഡിസ്കും ഇവിടെ കാണിക്കുന്നതാണ്. നമുക്ക് വേണ്ട ആവശ്യമുള്ള വീഡിയോസ് ഈ ഡ്രൈവുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഒരു ഓപ്ഷൻ അതാണ്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിപ്പം തുറന്ന് എടുക്കണം എന്ന് വെച്ചോളാം. ഈ നമ്മൾ സാധാരണ പോലെ എവിടെയാണോ വീഡിയോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ വീഡിയോയിൽ പോവുക. എൻ്റെ ഇപ്പം വീഡിയോ ഡെമോൺസ്ട്രേഷന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോസാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോസ് നമ്മൾ ആക്സസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മിനിമൈസ് അല്ല ചെറുതാക്കി നമുക്ക് ഈ ഫസ്റ്റ് വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് അങ്ങോട്ട് വരുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ
നമുക്ക് ഇവിടുന്ന് തന്നെ സെർച്ച് ചെയ്ത് എടുക്കുകയും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ ചെറിയ പ്രോജക്റ്റാണ്, അധികം വീഡിയോസൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മീഡിയ പേജ് തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ കട്ട് പേജിൽ വേണമെങ്കിൽ ചെയ്യാം, കട്ട് പേജും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അടുത്ത എഡിറ്റ് പേജിൽ വേണമെങ്കിൽ ചെയ്യാം. ഈ 2 പേജ് നമുക്ക് പ്രോജക്റ്റുകൾ ചെയ്യുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു 2 പേജസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ പേജിൽ, അതായത് നമ്മളുടെ ഡാവിഞ്ചി റിസോൾവിൻ്റെ പേജിൽ തന്നെ നിന്നിട്ട് എങ്ങനെ വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ ഡ്രൈവിലാണ് വീഡിയോ കിടക്കുന്നത്. ഓക്കെ, അത് വീഡിയോൻ്റെ ഏത് പോർഷനാണോ, ഏത് ലൊക്കേഷനാണോ അവിടേക്ക് ഡയറക്റ്റ് ചെയ്യുക. വീഡിയോസിലാണ് വീഡിയോസുള്ളത്, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ആ ഫോൾഡറിലുള്ള വീഡിയോസൊക്കെ ഓപ്പണായി വരും. അതിൽ അപ്പോൾ എനിക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ഏതാണെന്ന് സെർച്ച് ചെയ്ത് പിടിക്കണം. കുറേ വീഡിയോസ് കാണും, ഇതിൻ്റെ അകത്തുനിന്ന് ചിലതൊക്കെ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് ഉണ്ടാവും, ആവശ്യമില്ലാത്ത വീഡിയോസ് ഉണ്ടാവും. അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഈ വീഡിയോൻ്റെ മേത്ത് നമ്മൾ കേഴ്സർ കൊണ്ടുപോയി വെച്ചിട്ട് ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ജസ്റ്റ് എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അതിൽ വരുന്നത്, ആ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക്. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഒരു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ആ വീഡിയോ വലുതായി ഓപ്പണായി വരുന്നതാണ്. ആ വീഡിയോയിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ആണോ അല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടുന്ന് പ്ലേ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇത് പ്ലേയും ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ആവശ്യമുണ്ട് എന്നെങ്കിൽ ഇത് നൈസായിട്ട് ഡ്രാഗ് ചെയ്യുക, ഇവിടെ ഈ ഒരു പോർഷനിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോജക്റ്റിലേക്ക് ഈ വീഡിയോ ഇമ്പോർട്ട് ആവുന്നതാണ്. ഓക്കെ, അടുത്ത ലെഫ്റ്റ് സൈഡിൽ മറ്റൊരു സാധനം കാണുന്നത് പവർ ബിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഈ ഒരു പവർ ബിന്നിൽ ത്രൂ ഔട്ട് വെവ്വേറെ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഐക്കൺസ്, അതേപോലെ നമുക്കൊരു ഇൻട്രോ, അതേപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു മാസ്റ്റർ ബിന്നിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എല്ലാ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തും ഓരോന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഡയറക്റ്റായി ഇവിടുന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ പവർ ബിന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്മാർട്ട് ബിൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ വീഡിയോസ് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്തു. അതിൽ ഇപ്പോൾ ഒരു മൂവി മേക്കിംഗ് ഒക്കെ ആണെങ്കിൽ അതിന് ഓരോ സീൻ ഉണ്ടാവും, സീനിൽ വേറെ നമ്പർ ഉണ്ടാവും, അങ്ങനെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ആദ്യം മെറ്റാഡാറ്റയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ കീവേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് ഒരു ആഡ് ബിന്ന് കൊടുത്തിട്ട് ഇവിടെ ഫയൽ നെയിം വെച്ചിട്ടോ അതിൻ്റെ അത് കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടോ അങ്ങനെയൊക്കെ നമുക്കിത് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു സ്മാർട്ട് ബിൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു നമ്മളെ ഇമ്പോർട്ട് ചെയ്യുന്ന മീഡിയ തന്നെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ലൈക്ക് ഇപ്പോൾ സെർട്ടൻ ഫോൾഡറിലാക്കി വെക്കാവുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ബിന്ന് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ചെയ്തത് ഫസ്റ്റ് ഡേൻ്റെ വീഡിയോ ആണ്, സെക്കൻഡ് ഡേ ഉണ്ട്, ഫോർത്ത് ഡേ ഉണ്ട്, അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ബിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് പേര് കൊടുക്കുക, എന്താണോ ആ പേര് കൊടുക്കുക. വേറെ ബിന്ന് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ ഡേ 2 എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുക്കുക. ഇനി ഈ ഒരു വീഡിയോ എൻ്റെത് ഡേ 1 ആണെങ്കിൽ എന്താ ചെയ്യുക, ഈ ഒരു വീഡിയോ എനിക്ക് ആവശ്യമാണ്, അതേപോലെ ഈ ഒരു വീഡിയോ ആവശ്യമുണ്ട്. ഇത് രണ്ടും കൊണ്ട് കൺട്രോൾ ഞെക്കി പിടിച്ച് രണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്ത ഫ്രെയിം റേറ്റും നമ്മൾ ഇപ്പോൾ ചെയ്തില്ലേ 23.976 പറഞ്ഞിട്ടുള്ള ഫ്രെയിം റേറ്റും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് ഡോൺ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഈ ഒരു പ്രോജക്റ്റിനനുസരിച്ചിട്ട് ചേഞ്ച് ആയി വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ അവൈലബിളായി. അങ്ങനെ ഇപ്പോൾ എനിക്കിപ്പോൾ അടുത്ത പേജിൽ വേണം, ഇപ്പോൾ ഇത് ഡേ 2 ആണെന്ന് എക്സാമ്പിൾ ആണെന്ന് വെക്കുക, ഈ 2 വീഡിയോ വേണമെങ്കിൽ ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഞെക്കി പിടിച്ച് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ 2 വീഡിയോ നമ്മളെ പ്രോജക്റ്റിലേക്ക് ഇമ്പോർട്ടായി വരുന്നതാണ്. സോ അതാണ് ഈ ഒരു മീഡിയ പേജിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു യൂസ്. കുറേ വീഡിയോസ് ഉണ്ട്, കുറേ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ഓരോന്നായിട്ട് ഇമ്പോർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതല്ല നമുക്ക് ഡയറക്റ്റായിട്ട് ഫയലിൽ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. സോ ഇവിടെ ആ വീഡിയോ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ മീഡിയ പേജിൻ്റെ ഒരു മെയിൻ ഫങ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ കട്ട് പേജ്. കട്ട് പേജിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കട്ട് പേജ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോസിൻ്റെ
ഇപ്പോൾ കുറേ വലിയ ലെങ്ത്തുള്ള വീഡിയോ നമുക്ക് എടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ പോർഷൻസ് ആയി കട്ട് ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാനുള്ള നമ്മൾ ചെയ്യുക. ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യും നമ്മൾ കൂടുതൽ എഡിറ്റ് ചെയ്ത് അത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ട്രിം ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ള പോർഷൻസ് മാത്രമാണ് വീഡിയോയിലേക്ക് ആഡ് ചെയ്യുക. ആ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ എടുത്തിരുന്ന ഇമ്പോർട്ട് ചെയ്ത 2 വീഡിയോസ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ 1 ആണെങ്കിൽ ആ ഡേ 1 നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഇവിടെ നിന്നിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പം ഡേ 2 ആണെങ്കിൽ ഇവിടെയുള്ള ആ ഒരു ലൊക്കേഷൻ നമ്മളിങ്ങനെ കാണിച്ചു തരും. ഡേ 2 ആണ്, ഡേ 2 സെലക്ട് ചെയ്യുക, അതിൻ്റെ വീഡിയോസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഓരോ വീഡിയോസിലും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോസ് നമുക്ക് റൈറ്റ് സൈഡിൽ ലോഡായി വരുന്നതാണ്. ഈ ഒരു പോർഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് ഇതാണ് നമ്മളുടെ ടൈം ലൈൻ കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു പോർഷനിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നോ ആ കാര്യങ്ങളൊക്കെയാണ് ഫൈനലായിട്ട് നമ്മളുടെ വീഡിയോയിലേക്ക് ആഡ് ആവുന്നത്. റെൻഡർ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിൽ വരുന്ന വീഡിയോസാണ് മെയിനായിട്ട് ആഡ് ആവുന്നത്. ഈ ഒരു പോർഷനിൽ വരുന്ന വീഡിയോസാണ് ആഡ് ആവുക. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്നതാണ് നമ്മൾ മെയിനായിട്ട് പേർപ്പസ്. ഇവിടെ എത്ര ലെങ്ത്തുള്ള വീഡിയോ ഉണ്ടെങ്കിലും നമുക്കത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതോ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് കട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇത് പ്ലേ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻസ് എവിടെയാണോ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട്, ഇപ്പോൾ എനിക്ക് ഇവിടം തൊട്ടിട്ടാണ് നമ്മളിത് പ്ലേ ചെയ്ത് വരുമ്പോൾ ഇവിടം തൊട്ടിട്ടാണ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു കേഴ്സർ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ച് കറക്റ്റ് അസൈൻ ചെയ്ത് വെച്ചിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് എൻഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കി എനിക്ക് ഇവിടെ വരാനുള്ള വീഡിയോ ആവശ്യമുള്ളൂ എങ്കിൽ ലാസ്റ്റത്തെ ഈ ഒരു കേഴ്സർ എടുക്കുക, ആ ഒരു പോയിൻ്റ് കൊണ്ടുവയ്ക്കുക, അലൈൻ ചെയ്ത് വെക്കുക, ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഇതൊരു മെത്തേഡാണ് നമുക്ക് കട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു മെത്തേഡ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഈ ഒരു പോർഷനിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു കേഴ്സർ, അതായത് ഈ ഒരു ഓറഞ്ച് കേഴ്സർ അവിടെ കൊണ്ടുവച്ചിട്ട് കീബോർഡിൽ ഇൻപുട്ട് എന്ന് നൊട്ടേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഷോർട്ട് കീ ആയിട്ടുള്ള ഐ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ ചെയ്തത് സെയിം ആയിട്ട് ആ ഒരു കേഴ്സർ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കി പോയി എനിക്ക് ഇവിടം വരെയാണ് വേണ്ടതെങ്കിൽ ഔട്ട്പുട്ട് എന്നതിന് ഷോർട്ട് കീ ആയിട്ടുള്ള ഓ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടും ചെയ്യുന്ന കഴിയുമ്പോൾ ആ ഒരു ആവശ്യമുള്ള പോർഷനിൽ മാത്രം വീഡിയോ സെലക്ട് ആയിട്ടിരിക്കുന്നു. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോനെ ഈ ഒരു ടൈം ലൈനിലേക്ക് കൊണ്ടുവരണം. അതിന് നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത് ഒന്നെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അപ്പൻഡ് പറഞ്ഞിട്ടുള്ള അത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ടൈം ലൈൻ അങ്ങോട്ട് ആ ടൈം ലൈനിലേക്ക് ആ വീഡിയോ കയറുന്നതാണ്. ഇനി അതില്ല എങ്കിൽ കീബോർഡിൽ F9 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സെയിം ഓപ്ഷൻ വരുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു പോർഷൻ ഉണ്ട് വിചാരിച്ചോളൂ. എനിക്ക് ഇവിടം തൊട്ടിട്ട് ഐ ഞെക്കി ഇവിടം വരെ ഓ ഞെക്കി എടുത്തു വെച്ച് ഇനി അടുത്ത ഒരു പോയിൻ്റ്, അടുത്ത ഈ ഒരു വീഡിയോ എനിക്ക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ സെയിം ആയിട്ട് F9 ഞെക്കി കഴിഞ്ഞാൽ ആ ടൈമിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോ വീഡിയോസിൻ്റെ ഉള്ളിലുള്ള ഓരോരോ പാർട്ടായിട്ട് നമുക്ക് ആഡ് ചെയ്ത് ഈ ഒരു ടൈം ലൈൻ ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു ടൈം ലൈനിലേക്ക് ഡേ 1 വേണമെങ്കിൽ ആ മാസ്റ്റർ ക്ലിക്ക് ചെയ്തതിന് ഡേ 1 പോവുക. അവിടുന്ന് ഈ വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്യുക. വരുന്ന ഓപ്ഷനിൽ നമുക്ക് ഏതാണോ വേണ്ടത് അവിടെ ഐ കൊടുക്കുക, ഓ കൊടുക്കുക, F9 കൊടുക്കുക. ഇത്രയും ഒരു പ്രോസസ്സ് വരുന്നുള്ളൂ. ഈ ഒരു ഫങ്ഷനാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഇനി ഈ കാണുന്ന ഓപ്ഷൻസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന വീഡിയോ ഏത് ഭാഗത്തേക്ക് പോകണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഈ ഒരു ടൈം ലൈനിൽ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വേണ്ട, കുറച്ച് വേറൊരു അതായത് വേറൊരു വീഡിയോ ഈ ഒരു പോർഷനിൽ ഇതൊന്നല്ല, ഇനിയിപ്പോൾ രണ്ടാമത്തത് ഉണ്ടാക്കി അതിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മുകളിലോട്ട് കൊണ്ടുവരിക, എവിടെയാണോ വേണ്ടത്, എനിക്ക് ഇവിടെയാണ് വേണ്ടതെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അവിടെ അലൈൻ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈം ലൈനിലെ ഒരു വീഡിയോസിനെ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലായിട്ട് കാണിക്കുന്നതാണ്. ഇനി
അടുത്ത ഒരു പോർഷൻ എനിക്ക് ചെയ്യേണ്ടത് ഇവിടം തൊട്ടിട്ട് ഇവിടെ വരെയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ഈ സ്മാർട്ട് അലൈൻ എന്നുള്ളൊരു സംഭവം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരും. പക്ഷേ മുകളിലുള്ള വീഡിയോ കട്ടായിട്ട് എൻഡിലേക്ക് പോകും കാണിച്ചു. അതേപോലെ തന്നെ F9 കൊടുക്കുകയാണെങ്കിലും ആ സെയിം പ്രോസസ്സാണ് വരിക. കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ എനിക്ക് വേണം, സെലക്ട് ചെയ്തു, F9 കൊടുത്തു. കണ്ടോ, ഇതൊരു കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകും. ഇത് നമുക്ക് പലപ്പോഴും നമുക്ക് ഉചിതമായിട്ട് വരില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പൻഡ് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ താഴത്തെ ടൈം ലൈനിൻ്റെ കൂടെ തന്നെ ആ വീഡിയോ ആഡ് ആവും. ഇത് ബ്രേക്ക് ആവില്ല. ആ ഒരു സംഭവമാണ് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ അപ്പൻഡ് പറഞ്ഞ ഓപ്ഷനിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കേഴ്സർ, അതായത് ആ ഒരു ടൈം ലൈനിൻ്റെ കേഴ്സർ ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ ഈ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അടിയുള്ള ടൈം ലൈനിൻ്റെ, അതായത് ഫസ്റ്റ് വീഡിയോൻ്റെ ഈ ഒരു കേഴ്സർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തൊട്ട് തുടങ്ങും വീഡിയോ. അപ്പോൾ എനിക്ക് ഈ ഒരു പോർഷൻ കാലിയായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ വീഡിയോ സെലക്ട് ചെയ്യുക, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നിന്നിട്ടാണ് വീഡിയോ തുടങ്ങുക. ഈ കേഴ്സർ എവിടെ നിൽക്കുന്നോ അവിടെ തൊട്ടിട്ട് തുടങ്ങും ആ വീഡിയോ. അപ്പോൾ ഇനി ആ കേഴ്സർ ഇപ്പോൾ അവിടെയല്ല, കുറച്ചും കൂടി മുന്നോട്ടാണ് നിൽക്കുന്നതെങ്കിൽ നേരത്തെ സംഭവിച്ച പോലെ ഈ വീഡിയോ പകുതിയിൽ നിന്ന് മുറിഞ്ഞ് മുന്നോട്ട് പോകും. കാണിച്ചു. എനിക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇത് മുറിഞ്ഞ് മുന്നോട്ട് പോയി. അപ്പോൾ ഇത് ചില സമയത്തൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതല്ല ഈ ഓപ്ഷൻസ്. സോ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള ഈ ഒരു ക്ലോസപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ പോർഷൻ സെലക്ട് ചെയ്ത് എനിക്ക് ഈ ഒരു വീഡിയോന് സാധാരണ വീഡിയോ വന്ന് കുറച്ചൊന്ന് സൂം ചെയ്തിട്ട് ക്ലോസപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ ക്ലോസപ്പ് ഷോട്ടായിട്ട് കുറച്ചൊന്ന് സൂം ചെയ്തിട്ട് ആ ഒരു പോർഷൻ ഇത് കണ്ടോ, അപ്പോൾ ഇതുപോലെ വീഡിയോ വന്ന് പിന്നെ അത് സൂമായി. ആ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഈ ക്ലോസപ്പ് ഇവിടെ ഉള്ളത്. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ഇപ്പോൾ കേഴ്സർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേഴ്സർ ഇവിടെ ആണെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ മുകളിൽ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഡിലീറ്റ് കൊടുക്കുക, അത് പോയി. ഈ ഒരു വീഡിയോൻ്റെ മുകളിൽ നമ്മൾ അടുത്ത സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോനെ പ്ലേസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പ്ലേസ് ഓൺ ദ ടോപ്പ്. ഓക്കെ, ഈ ഒരു പോർഷൻ സെലക്റ്റായി പ്ലേസ് ഓൺ ദ ടോപ്പ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ കേഴ്സർ എവിടെയാണോ വെച്ചത് അവിടെ തൊട്ട് ആ ഒരു വീഡിയോൻ്റെ മുകളിൽ ഈ വീഡിയോൻ്റെ പോർഷൻ സ്റ്റാർട്ട് ആവുന്നതാണ്. ഓക്കെ, അതാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഈ ലാസ്റ്റ് ഓപ്ഷനായി വരുന്ന സോഴ്സ് ഓവർ റൈറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു, ആ വീഡിയോയിലെ ഈ ഒരു സർട്ടൻ പോർഷൻ ഇമ്പോർട്ട് ചെയ്തു, അതായത് ടൈം ലൈനിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇനി ഞാൻ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു പോർഷനിൽ ഞാൻ സ്റ്റാർട്ടും ചെയ്തു. ഈ ഒരു ഓപ്ഷൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സെലക്ട് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ എവിടെയാണോ വരുന്നത് ആ ഒരു പോർഷനിൽ വെച്ച് ഈ വീഡിയോൻ്റെ മുകളിലായിട്ട് ഈ വീഡിയോനെ അറേഞ്ച് ചെയ്യും. അതാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത്തിരി മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഏകദേശം ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും മുകളിൽ. ഓക്കെ, കൊടുത്തു നോക്കാം. കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ലെങ്ത്തും കൂടി. ആ ഒരു ഓപ്ഷനാണ് ഈ ഒരു സോഴ്സ് ഓവർ റൈറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പേജിനെ കൊണ്ട് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തു. ഇനി അടുത്ത പേജിലേക്ക് പോവുക. അടുത്ത പേജാണ് എഡിറ്റ് പേജ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത വർക്കൊക്കെ ഈ ഒരു എഡിറ്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ 2 പേജ് നമുക്ക് സ്കിപ്പ് ചെയ്ത് ഈ എല്ലാ പ്രോസസ്സും ഫസ്റ്റ് മുതൽ തന്നെ ഈ ഒരു എഡിറ്റ് പേജിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എനിക്ക്
ഞാൻ പലപ്പോഴും ഈ ഒരു എഡിറ്റ് പേജ് മാത്രമാണ് യൂസ് ചെയ്യാറ് മെയിനായിട്ട്. നമ്മൾ എടുത്ത വീഡിയോസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു വീഡിയോസിലേക്ക് നമ്മൾ കൂടുതൽ വീഡിയോ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ ഫയലിൻ്റെ സോഴ്സ് തുറക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഈ ഒരു പോർഷനിലേക്ക് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക. അതാണ് ഈ ഒരു പേജിൻ്റെ അവസ്ഥ. നമുക്ക് മുകളിൽ കുറേ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓഡിയോൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ വീഡിയോനെ സെലക്ട് ചെയ്യുക, ട്രിം ചെയ്യുക, അങ്ങനെ കുറേ ഫങ്ഷൻസാണ് ഈ ഒരു പേജിൽ വരുന്നത്. ഇനി ഈ ഒരു വീഡിയോൻ്റെ ഒരു പോർഷൻ കിട്ടണമെങ്കിൽ ഈ വീഡിയോ പോവുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ ഇവിടെ നമുക്ക് ഓപ്പണായി വരുന്നതാണ്. അതിലാവശ്യമുള്ള നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് നോക്കി സെലക്ട് ചെയ്യുക, കീബോർഡിൽ ഐ കൊടുക്കുക. എൻഡ് ചെയ്യുന്ന പോർഷൻസ് നോക്കുക, കീബോർഡിൽ ഓ കൊടുക്കുക. പിന്നീട് കേഴ്സർ എവിടെയാണെന്ന് വെച്ചിട്ട് ആ ഒരു പോർഷൻ വെച്ചിട്ട് F9 ക്ലിക്ക് ചെയ്യുക. ആ ഒരു പോർഷനിലേക്ക് നമ്മളെ വീഡിയോ ആഡ് ആവുന്നതാണ്. ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വീഡിയോൻ്റെ ഓരോ വീഡിയോ കഴിഞ്ഞ് വരുന്നത് എവിടെയാണ്, അലൈൻമെൻറ്റ് എങ്ങനെയാണ് ഉള്ള കാര്യങ്ങളോ, കുറച്ച് മുന്നോട്ട് വേണോ, കുറച്ചും കൂടി പിന്നോട്ട് വേണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എഡിറ്റ് പേജിൽ ചെയ്ത് നമ്മളെ വീഡിയോ എങ്ങനെ കാണണോ ആ രീതിയിലാക്കി സെറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത ഓരോ പോർഷൻസും നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്നതാണ്. നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ ആ ഒരു ഓപ്ഷൻ കിടക്കും. അതേപോലെ ഓഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഡിയോൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഓപ്പൺ ആകും. നമ്മൾ ഈ ടോട്ടൽ ഒരു ബോക്സ് കാണുന്നത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞുള്ള ബോക്സാണ്. നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു വന്ന എഫക്ട്സ് പറഞ്ഞ ഓപ്ഷൻ. ഇത് വളരെ ഉപകാരമുള്ളൊരു ഓപ്ഷനാണ്. നമുക്കിവിടെ കുറേ എഫക്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫ്രീ വേർഷനിൽ കുറച്ച് എഫക്റ്റ് നമുക്ക് കിട്ടാതെ വരും. സോ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വീഡിയോ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ നിന്ന് മറ്റേലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന പ്രോസസ്സാണ്. കുറേ മെത്തേഡും കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി ബിൽഡ് ഇൻ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്യുക, ആ ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് വെക്കുക, ഡ്രോപ്പ് ചെയ്യുക ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഈ ഫങ്ഷൻസ് ഓരോന്ന് കാണുന്നത്. പിന്നെ ഓഡിയോ ട്രാൻസിഷൻ ഉണ്ട്. ടൈറ്റിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്മളെ ടെക്സ്റ്റുകൾ വരുന്നത് പോകുന്നത്, അതിൻ്റെ ആനിമേഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കുറേ ഇൻബിൽട്ടായിട്ട് തന്നെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ജനറേറ്റർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. പിന്നെ എഫക്ട്സ്, ആ ഓരോ വീഡിയോൻ്റെ എഫക്ട്സ്. ഇത് പക്ഷേ നമുക്ക് റിസോൾവ് എന്താ പറയുക സ്റ്റുഡിയോയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ അടുത്ത വരുന്ന പേജ് ഫ്യൂഷൻ പേജാണ്. ഫ്യൂഷൻ പേജിൻ്റെ ഫങ്ഷൻ വേറെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത കളറ് വീഡിയോ ആണ്. അതിൻ്റെതും ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ എഫക്ട്സ് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുക, ഓരോ നോഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് വരിക എന്നുള്ള വീഡിയോസൊക്കെ അടുത്ത് തന്നെ വരുന്നതാണ്. അടുത്ത പേജാണ് ഫെയർലൈറ്റ്. നമ്മളെ ഓഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നമുക്കിവിടെ നമ്മളുടെ ടൈം ലൈനിൽ കിടക്കുന്ന ഓരോ ലൈൻസ്, അതായത് ഓരോ ഗ്രൂപ്പ് ഓഫ് ഓഡിയോസിൻ്റെയും കാര്യങ്ങൾ എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന റെൻഡർ പേജാണ്. ഈ റെൻഡർ പേജിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്ത് കൺവേർട്ട് ചെയ്ത് ആഡ് റെൻഡർ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആഡ് റെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ ഇവിടേക്കാണെങ്കിൽ ഇവിടെ സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെൻഡറിങ്, അതായത് റെൻഡർ ക്യൂവിലേക്ക് നമ്മൾ ആഡ് ആവും. അതിൻ്റെ അത് റെൻഡർ റോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റെൻഡർ റോൾ 1-2 റെൻഡറിങ് ഉണ്ടെങ്കിൽ അവിടെ അത് കൊടുത്തിട്ട് റെൻഡർ റോൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെൻഡറിങ് ഓരോ പ്രോസസ്സായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇതൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഇനിയൊരു മെയിനായിട്ട് വരുന്നത് കളർ പേജിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫ്യൂഷൻ പേജും ഫെയർലൈറ്റ് പേജും ഫെയറായിട്ടൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. Okay guys, wait for that. Stay tuned. Okay, bye.